പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് ലേറ്റ് ആക്കുന്നില്ല, നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് എക്സ്ട്രീം ഓഡിയോസിൻ്റെ ഒരു പവർ സപ്ലൈ ബോർഡാണ്. നമ്മളിത് വാങ്ങിച്ചിട്ടുള്ളത് നമ്മളിവിടെ ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ചെയ്യുന്നുണ്ട്, അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള. അപ്പം അതിന് വേണ്ടിയിട്ടാണ് പവർ സപ്ലൈ ബോർഡ് വാങ്ങിയത്. കാരണം ടൈം ഇല്ലാത്തതുകൊണ്ടാണ് പവർ സപ്ലൈ ബോർഡ് ചെയ്തെടുക്കുമ്പം നമ്മൾ PCB വാങ്ങിച്ച് അതിലേക്ക് സെറ്റ് ചെയ്തെടുക്കുമ്പോൾ ടൈം ഒരു എടുക്കും. ഇതാകുമ്പോൾ നമുക്കെല്ലാം ഈസി ആയിട്ട് സെറ്റായിട്ട് തന്നെ വരും. നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ കണക്റ്റേഴ്സും അവർ അയച്ചു തരും. അപ്പം നമുക്ക് പവർ സപ്ലൈ ബോർഡ് നമുക്ക് പല ബ്രാൻഡിൻ്റെ അവൈലബിൾ ആണ്. നമുക്ക് കേരളത്തിൽ തന്നെ കിട്ടുന്നുണ്ട്, പലയിടത്തും നമുക്ക് വാങ്ങിക്കാം. ഓൺലൈനായിട്ടും കിട്ടുന്നുണ്ട്, ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് എക്സ്ട്രീം ഓഡിയോസിൻ്റെ ഓർഡർ ചെയ്തു. ഇത് ആക്ച്വലി കസ്റ്റമൈഡ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അവരുടെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അവരുടെ കാറ്റലോഗിൽ തന്നെ പവർ സപ്ലൈയുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതല്ല ഞാൻ വാങ്ങിയത്. നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള വാല്യൂ ഉള്ള കപ്പാസിറ്റേഴ്സും ഡയോഡ് ഇട്ടിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ റേറ്റ് വ്യത്യാസം വരും. പിന്നെ കണക്റ്റേഴ്സ് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ്. നമ്മളിതിൻ്റെ കൂടെ തന്നെ ഒരു സോഫ്റ്റ് സ്റ്റാർട്ടറും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പം നമ്മൾ ഉപയോഗിച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമൈഡ് ചെയ്തെടുത്തിട്ടത് 15000 UF 100 വോൾട്ടിൻ്റെ 4 കപ്പാസിറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പവർ സപ്ലൈ ചെയ്തത്. ഡയോഡ് വരുന്നത് 3510 ഡയോഡ്, 35 ആമ്പിയർ വരെ എടുക്കുന്ന ഡയോഡാണ് ഇട്ടിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇത് ചെയ്യിച്ചത് 42 15 ആമ്പിയറിന് ട്രാൻസ്ഫോമർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു പവർ ആംപ്ലിഫയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യിച്ചെടുത്തത്. അപ്പോൾ നമ്മൾ പറയുന്ന അനുസരിച്ചുള്ള വാല്യൂ ഉള്ള കപ്പാസിറ്റർ ഇട്ട് തരും. അപ്പോൾ അതിനനുസരിച്ച് റേറ്റ് വ്യത്യാസം വരും. സോ റേറ്റും ഡീറ്റെയിൽസും അതുപോലെ തന്നെ കൊറിയർ ഡീറ്റെയിൽസൊക്കെ അറിയാനായിട്ട് എക്സ്ട്രീം ഓഡിയോസായിട്ട് കോൺടാക്റ്റ് ഉള്ള നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ പ്രോഡക്റ്റ് അയക്കുന്നത് ആമസോണിൻ്റെ കൊറിയർ ത്രൂ ആണ്. അപ്പോൾ നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും എവിടെയായി എന്നൊക്കെ ഉള്ളത്. നമ്മളിപ്പോൾ നമ്മുടെ ഓർഡർ കൺഫേം ആയി, പാക്കേജ് അവരുടെ നിന്ന് എടുത്തു, ഡിസ്പാച്ച് ആയി എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് SMS ആയിട്ട് നമുക്ക് വരുന്നതായിരിക്കും. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കറക്റ്റായിട്ട് നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. ഒരുപാട് ഡിലേ ഒന്നും വന്നില്ല. നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള നമ്മുടെ കേരളത്തിലേക്ക് എത്തുന്ന ഒരു ചെറിയൊരു ഡിലേ അതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് കിട്ടിയതേ ഉള്ളൂ. ജസ്റ്റ് അൺബോക്സ് ചെയ്ത് നോക്കിയുള്ളൂ. അപ്പോൾ സംഭവം സേഫായിട്ട് നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടാണ് അയച്ചിട്ടുള്ളത്. എക്സ്ട്രീം ഓഡിയോസിൻ്റെ നേരത്തെ നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ട്, കണക്റ്റേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ഫോമർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അവരോട് പറയുന്നതനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തരുന്നുണ്ട്. ഇതുവരെ എനിക്ക് അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. ക്വാളിറ്റിയുള്ള കപ്പാസിറ്റേഴ്സ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് PCB ക്വാളിറ്റി ആണെങ്കിലും കുഴപ്പമില്ല. അപ്പം ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇത് 4 സ്ക്രൂവിലാണ് ഇരിക്കുന്നത്. ഇവിടെ 2 ഹോളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സ്ക്രൂ ചെയ്യാൻ എളുപ്പമായിരുന്നു, ഒരു സ്ട്രെങ്ത് കിട്ടിയത്. പക്ഷേ കുഴപ്പമില്ല, ഇതിലിരുന്നോളും. പിന്നെ കണക്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ ഈസിയാണ് കണക്ട് ചെയ്യാൻ. പിന്നെ 2 ഭാഗത്തും AC ഇൻപുട്ടിൻ്റെ 2 ഭാഗത്തും ഫ്യൂസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പ്രൊട്ടക്ഷൻ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇവരുടെ സ്വന്തം പ്രൊഡക്റ്റാണ്, ഇവിടെ കാണാൻ കഴിയും. പിന്നെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് സ്റ്റീരിയോ ആമ്പിന് വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2 ആമ്പിലേക്ക് സെപ്പറേറ്റ് പവർ സപ്ലൈ എടുക്കാനായിട്ട് ഇവിടെ പ്രത്യേകം ലെഗ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയുള്ള ഇതിൻ്റെ ഓവർവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ സംഭവം ഇതിന് വർക്ക് ചെയ്ത് ജസ്റ്റ് നോക്കുമ്പോൾ ആംപ്ലിഫയർ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് വർക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ എക്സ്ട്രാ ട്രാക്കൊക്കെ ലെഡ് ഇട്ട് ഒരു ട്രാക്ക് സ്ട്രെങ്ത് കൂട്ടിയിട്ടുണ്ട്. ഒരു ബ്ലാക്ക് PCBയിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കപ്പാസിറ്റർ നമ്മൾ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇട്ടത്. റെഡ് കളർ വരുന്ന കാണാൻ നല്ല ഭംഗിയൊക്കെ ഉള്ള പല വാല്യൂസിലുള്ള കപ്പാസിറ്റർ നമുക്ക് ആവശ്യമാരോട് വാട്സപ്പിൽ പറയുന്നതനുസരിച്ച് അവർ ചെയ്തു തരും. അപ്പോൾ നമുക്കെന്തായാലും അങ്ങനെ ചെയ്തു വന്നു. അപ്പോൾ എല്ലാവരുടെ അടുത്തും ആ രീതി തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് തന്നെയാണ് വിശ്വാസം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതേപോലുള്ള റെഡിമെയ്ഡ് പവർ സപ്ലൈ ഇവരുടെ സൈഡിൽ നിന്ന് വാങ്ങണമെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് ചെക്കൗട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു വർക്കിംഗ് സെക്ഷനോടെ ഒന്ന് ജസ്റ്റ് നോക്കിയേക്കാം. സപ്ലൈ എത്രത്തോളം വരുന്നുണ്ട്, വർക്കിംഗ് പക്കയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ജസ്റ്റ് കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളിപ്പം 42 ഇടുമ്പോൾ നമുക്കൊരു 58 ഒരു 60 റേഞ്ചിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ DC വോൾട്ടേജ് ലഭിക്കുന്നതായിരിക്കും. ആ ഒരു ഇതിലായിരിക്കും വരുന്നത്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഇവിടെ നോക്കിയേക്കാം, എന്നിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പവർ സപ്ലൈ സെക്ഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ട്രാൻസ്ഫോമറിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ട്രാൻസ്ഫോമർ ഓൾറെഡി നമുക്ക് ഈ ഒരു ടൈപ്പ് കണക്ടർ ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ എളുപ്പമായിരുന്നു. 42042 15 ആമ്പിയറിൻ്റെ ടാപ്പിംഗ് ആണ് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. കൂടെ തന്നെ നമ്മുടെ സോഫ്റ്റ് സ്റ്റാർട്ടറും ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. സോഫ്റ്റ് സ്റ്റാർട്ടറിൻ്റെ സ്വിച്ചിൻ്റെ സെക്ഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് ഷോർട്ട് ചെയ്ത് വിട്ടിട്ടേ ഉള്ളൂ. AC ഇൻപുട്ട് AC ഔട്ട്പുട്ട് എല്ലാം നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് ഔട്ട്പുട്ടിൽ ട്രാൻസ്ഫോമർ കണക്ട് ചെയ്തു, ഇൻപുട്ടിൽ നമ്മൾ AC കേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് DC ഔട്ട്പുട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം എത്ര വോൾട്ട് വരുന്നുണ്ടെന്ന്. ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യിച്ച് കാണിക്കുന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം എന്തായാലും നമുക്ക് ഓൺ ചെയ്യാം. അപ്പോൾ സംഭവം ഓൺ ആയിട്ടുണ്ട്, നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്, ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കിവിടെ ട്രാൻസ്ഫോമറിൽ 42042 ആണ് വരുന്നത്. അപ്പോൾ റെക്ടിഫൈ ചെയ്തത് DC ആക്കി വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 58-60 വോൾട്ടിനടുത്ത് നമുക്ക് കിട്ടണം. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് -VCC ഗ്രൗണ്ട് +VCC എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് പ്ലസ് വോൾട്ടേജ് പോസിറ്റീവ് വോൾട്ടേജ് വരും, ഇവിടെ നമുക്ക് നെഗറ്റീവ് വോൾട്ടേജ് വരും. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മൾട്ടിമീറ്റർ നമ്മൾ DCയിൽ ഒരു 200 ഇട്ടിട്ടുണ്ട്, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ കൊടുക്കുമ്പോൾ നമുക്ക് മൈനസ് വോൾട്ടേജ് ആണ് വരുന്നത്.
ഓക്കെ, നമുക്കൊരു -59.4 നമുക്ക് സ്റ്റേബിളായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നെഗറ്റീവ് വോൾട്ടേജ് ഓക്കെയാണ്. ഇനി നമുക്ക് പോസിറ്റീവിൽ പ്രോബ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, 59.5. ഓക്കെ, അപ്പോൾ നമുക്ക് പ്ലസും മൈനസും വോൾട്ടേജ് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് സോഫ്റ്റ് സ്റ്റാർട്ടറും ഓക്കെയാണ്, നമ്മുടെ പവർ സപ്ലൈ സെക്ഷനും ഓക്കെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ കാണിക്കാനായിട്ട്. ജസ്റ്റ് എക്സ്ട്രീം ഓഡിയോസിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ബോർഡിൻ്റെ വർക്കിംഗ് ജസ്റ്റ് ഒന്ന് കാണിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇതിലത്തെ പവർ സപ്ലൈ ബോർഡൊക്കെ ഈ ഒരു നല്ല ക്വാളിറ്റിയുള്ള PCBയിൽ ചെയ്തെടുക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ എക്സ്ട്രീം ഓഡിയോസിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്, വാങ്ങിക്കാവുന്നതാണ്. അല്ലാതെ നാട്ടിൽ തന്നെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ പവർ സപ്ലൈ റെഡിമെയ്ഡ് വാങ്ങാൻ നമുക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ അല്ല, ഈ ഒരു സോഫ്റ്റ് സ്റ്റാർട്ടർ സർക്യൂട്ട് നമുക്ക് മാർക്കറ്റിൽ പല ബ്രാൻഡിൻ്റെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പം എക്സ്ട്രീം ഓഡിയോസിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് പ്രോഡക്റ്റ് എങ്ങനെ ഉണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ കൂടെ. അപ്പോൾ ഇവരുടെ പ്രോഡക്റ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അഭിപ്രായം കമൻറ്റ് ചെയ്യുന്നത് പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഇത് നമ്മൾ ആക്ച്വലി വാങ്ങിച്ചിട്ടുള്ളതൊരു പവർ ആംപ്ലിഫയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അതിനേക്കുള്ള എല്ലാ ഐറ്റംസും നമ്മളിവിടെ റെഡിയായി ഇരിക്കുകയാണ്. പാനൽ വന്നിട്ടുണ്ട്, ബാക്കി ഐറ്റംസ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേക്കിംഗ് വീഡിയോ ഉണ്ടാവില്ല, അതിൻ്റെ റിവ്യൂ എന്തായാലും നമ്മൾ ഉടനെ ഇടുന്നതായിരിക്കും. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അതുപോലെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്, കാരണം നോട്ടിഫിക്കേഷൻ ഇല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.